അത്താഴല്ലേ റെഡി ആയിക്കൊണ്ടിരിക്കണുള്ളൂ. കറിയൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിനകത്ത് തന്നെ വെച്ചാണേ വാഴയ്ക്ക കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മോരുകറിക്കുള്ളതെല്ലാം അരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മോരുകറി ഉണ്ടാക്കാനാണ് തേങ്ങയൊക്കെ അരച്ച് സെറ്റ് ചെയ്ത്. നമ്മൾ വെറൈറ്റി ആയിട്ട് മോരുകറി ഉണ്ടാക്കണം. ഞങ്ങൾക്ക് ഇത് വെറൈറ്റി അല്ല, ഇനി നിങ്ങൾ കാണുന്നവർക്ക് എങ്ങനെയാണെന്നറിയില്ല. ഞങ്ങളിവിടെ കൂടുതലും മോരുകറി ഉണ്ടാക്കണത് തക്കാളി വെച്ചിട്ടാണ്. ഇവിടെ ചേട്ടയ്ക്ക് തക്കാളി വെച്ച് മോരുകറി ഉണ്ടാക്കണ ഇഷ്ടം. അതുകൊണ്ട് ഞങ്ങൾ തക്കാളി ഇട്ടാണ് മോരുകറി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ആട്ടോ, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതെ, തക്കാളി ഇട്ട് മോരുകറി നിങ്ങൾ ഗൈസ് ഉണ്ടാക്കി പോകണം. ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ പോകണം. നല്ല ടേസ്റ്റ് ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മളിത് ഈ തക്കാളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇത് മോരുകറി തക്കാളി ഇട്ടായിരിക്കും. അപ്പോൾ മോരുകറിക്കുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, നോക്കിക്കോണം. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് പൊന്നിയുണ്ട്, മീനുണ്ട്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് അവർക്ക് മോരുകറി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ മോരുകറി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നല്ല നാടൻ പയറുണ്ട്, നല്ല നാടൻ പയർ. അത് നമ്മുടെ ഇവിടെയൊക്കെ ഇടുക്കിയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവണയാണ്, കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവണയാണ് പയർ. അപ്പോൾ അങ്ങനെ നാടൻ പയറാണ്. കിലോയ്ക്ക് 60 കേട്ടോ. നല്ല അടിപൊളി പയറാണ്, നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം നമ്മൾ മേടിച്ചു. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത് മേടിച്ചാട്ടോ. അപ്പോൾ അതൊക്കെ ഒലത്തി നിന്ന് സെറ്റാക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ മോരുകറിക്ക് വേണ്ടി ഇഞ്ചി അരിയണം. അതിനുള്ള അരപ്പെല്ലാം അരച്ച് വെച്ചേക്കണേ കേട്ടോ. നിങ്ങൾ ആദ്യം കണ്ടു കാണുമല്ലോ. അതെ, അരപ്പെല്ലാം നമ്മൾ അരച്ച് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, മോരോടിക്കണം, മോരല്ല തൈര്. അപ്പോൾ നമ്മൾ ഇഞ്ചിയും കൂടെ എടുക്കണം. ഇഞ്ചി ചേരണ്ടി, ഇഞ്ചി മോരുകറിയിലിടുമോ? അതൊക്കെയല്ലേ അതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ മോരുകറിയിൽ ഇഞ്ചിയൊക്കെ ഇടും. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. മാറ്റി വെച്ചു കേട്ടോ. നമുക്കിനി മോരുകറിക്ക് വേണ്ടിയിട്ട് മോരുകറിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നമ്മളിനി മോരുകറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി സെറ്റായിരിക്കണ്ടേ. നമ്മളിനി എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ പോണേ. ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ മോരുകറിക്ക് ഉലുവ ഇടണമല്ലോ ആദ്യം. ഉലുവ ഇട്ട് കൊടുക്കാൻ പോകണം. ഞാനിങ്ങനെയാണ് വെക്കണം. ഇങ്ങനെയാണ് ശരിക്കും വെക്കണമെന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്നത് ഞാൻ വെക്കും. കടുക് കുറച്ച് കടുകായിട്ട് ഇട്ടോളൂ. നമുക്കിനി പിന്നെ കടുക് ഒപ്പിക്കാൻ നേരത്തെ കുറച്ചും കൂടെ നല്ലത്. അരിഞ്ഞ് വെച്ചിട്ട് തക്കാളിയും ഇഞ്ചി കേട്ടോ. പച്ചമുളക് നമ്മൾ അരച്ചേക്കണോണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മുളക് അരിഞ്ഞിട്ടിട്ടില്ല. കാരണം ഇവിടെ ആരും അങ്ങനെ മുളക് അരിഞ്ഞിട്ട് തിന്നില്ല. നമുക്ക് അതിൻ്റെ കണ്ടിട്ട് ഇട്ട് കൊടുക്കും. ഈ ശരിക്കും ഈ തക്കാളി ഇതിൻ്റെ അകത്ത് കിടന്ന് വരണ്ടു വരും. ശരിക്കും കഷ്ണമായിട്ട് കിട്ടരുത്. നന്നായിട്ട് ഇത് ഉടഞ്ഞു ശരിക്കും വാടി വെന്ത് നന്നായിട്ട് ഉടഞ്ഞു തന്നെ. അന്നേരമാണ് സെറ്റ് ആവുള്ളൂ. ഇത്തിരി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കും. കുറച്ച് പാകത്തിന് ഉപ്പ് കൊണ്ട് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് തക്കാളി വെന്ത് ഉടയണം. അപ്പോൾ കുറച്ച് കറിവേപ്പിലകൾ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് കറിവേപ്പിലകൾ ഇട്ട് കൊടുത്താൽ ഇളക്കി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് വാടണം കേട്ടോ. ശരിക്കും കുഴയണ, കഷ്ണമായിട്ട് കടിക്കാൻ കിട്ടരുത്. അതിപ്പോൾ തന്നെ ഇളക്കളൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ തന്നെ കുഴഞ്ഞ് സെറ്റാവും. കണ്ടോ, 1 മിനിറ്റ് പോലും ആയില്ല. അപ്പോഴത്തേക്ക് അത് വാടി സെറ്റായി കുഴഞ്ഞ പോലെയായി. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും. തക്കാളിയിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാൻ പോകണം. അരപ്പിൽ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് എന്നാലും ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി. ഇനി ഒന്നുകൂടെ മിക്സ് ചെയ്യാം. വെളുത്തുള്ളി, ജീരകം, കാന്താരി കേട്ടോ. കാന്താരി മുളകും തേങ്ങ പിന്നെ അതിനുള്ളിൽ ഇട്ട് കൊടുക്കണം. ഇതൊക്കെ നന്നായിട്ട് വേണം. ഇത് ശരിക്കും ഒന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറണം തേങ്ങയുടെ. മിക്സിയിൽ അരച്ച കുറച്ച് മിക്സി കൂടി ഉണ്ടാവും. അതൊക്കെ കഴുകി അതിനകത്തേക്ക് ഒഴിക്കണം. നമുക്ക് ആവശ്യത്തിന് ചാറൊക്കെ വേണമല്ലോ. അപ്പോൾ അതിനൊക്കെ ഇച്ചിരിയോടെ വെള്ളം ഒഴിച്ച്. ചിലവരുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒത്തിരി വെള്ളത്തിലുണ്ടാക്കും. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഇച്ചിരി കുഴമ്പം പാത്തിന് ഇരിക്കണേ എനിക്കിഷ്ടം. ചിലർ മോരുകറി എന്ന് പറഞ്ഞാൽ വെള്ളം പോലെ കാളൻ എന്നൊക്കെ പറയും. അങ്ങനെ ഒഴിച്ച് മിക്കവരും കുമ്പളങ്ങ, വാഴയ്ക്ക അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഇത് വെറൈറ്റി ആണ്. നമ്മളിങ്ങനെ ഉണ്ടാക്കാറുണ്ട് തക്കാളി ഇട്ട്.
നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എങ്ങനെയുണ്ട് ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അതെ, തക്കാളിയുടെ ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. നമ്മൾ ആ വാടാൻ നേരത്തെ ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തോളൂ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. റെഡി ആയിട്ടിരിക്കണേ. ഇനി നമുക്കുണ്ടല്ലോ, ഇനി നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് വെച്ചാൽ തൈര് നമ്മൾ തൈര് പയ്യൊന്ന് അടിച്ച് വെച്ചാൽ മതി. അത് നമുക്ക് ഇത് അടിച്ച് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കളറുണ്ട്. വെള്ള കളറാ? വെള്ളയാണോ? തൈരിന് വെള്ള കളറല്ലേ? വെള്ളയും മഞ്ഞയും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു കളർ. ഈ തിളയ്ക്കാൻ പാടില്ല ശരിക്കും പറഞ്ഞ മോരുകറി അങ്ങനെയല്ലേ? പയ്യെ ഒരു തിള വരുമ്പോ നമുക്ക് നിർത്താം. മോരുകറി അങ്ങനെ തിളയ്ക്കാൻ പാടില്ലെന്നാണ് പറയണേ. ഇങ്ങനെ ഒരു ഇതിൽ കിട്ടണം. വെള്ളമായ കൊള്ളൂല. ചില നമ്മള് പറഞ്ഞത് കല്യാണങ്ങൾക്ക് ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ കുറുകി അച്ചാറ് പോലെ തന്നെ ആണല്ലോ, ചമ്മന്തിയൊക്കെ പോലെ. ഇത് മീനുണ്ട്. മീനും പറഞ്ഞ സാധാരണ മോരുകറി വെക്കണേ. കയ്യിൽ മൈലാഞ്ചിട്ടുണ്ട്, അത് കാണിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇത് കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ കൈ കൊണ്ട് വന്നത്. അല്ലെങ്കിൽ വരില്ല കേട്ടോ. ഭയങ്കര പഠിത്ത. എക്സാം അതല്ല പറഞ്ഞേ. എന്നാ എക്സാം? എന്തിനാ പഠിക്കണേ? അതല്ല ചോദിച്ചാൽ എന്തിനാ പഠിക്കണേന്ന് വെച്ചാൽ പറഞ്ഞത്. അതുള്ള മോരുകറി ടേസ്റ്റ് ചെയ്യാൻ വന്നേക്കോ. മീനുവിന് നമ്മളിന്ന് മോരുകറി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് പറഞ്ഞു കേട്ടോ. ടേസ്റ്റ് പറഞ്ഞു, ചുമ്മാ കാണണമെന്നൊന്നും പറയരുത്, അടിപൊളിയാന്നും പറയരുത്. ഇതെന്നൊക്കെയാ? ചുവന്നുള്ളി ഉണ്ട്, കൊച്ചുള്ളി ഇല്ലാത്തോണ്ട് നമ്മൾ സവോള എരിഞ്ഞ് വെച്ചേക്കണു, കറിവേപ്പില. അപ്പൊ ഇത് തിളക്കണോ? ഇത് തിളക്കണ മീൻ മോരുകറി ഉണ്ടാക്കുമ്പോ മോരുകറി തിളക്കുവോ? പോവോ? ടേസ്റ്റ് അല്ലേ പോളൂ, മോരുകറി പോലല്ലോ. ആണോ? എന്നാ മോരുകറി രുചി ഉണ്ടാവട്ടെ. അതെ, ഉപ്പ് നോക്കാൻ വേണ്ടി ഇതേ മീനിന് കൊടുക്കോട്ടോ. ഉപ്പ് നോക്കാൻ പോണ. എങ്ങനെയുണ്ട്? ഉപ്പുണ്ടാവും ആർക്ക്? ശരിക്കും നോക്കട്ടെ, മോരുകറിക്ക് ഉപ്പുണ്ടാവല്ലോ. ഉപ്പ് നോക്കട്ടെ. പുളിയുണ്ട്. പുളിയുണ്ട്. ഉപ്പുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുളിയുള്ളതുകൊണ്ട് ഉപ്പ് എനിക്ക് മനസ്സിലാവുള്ള. ഉപ്പ് ഇച്ചിരി കുറവല്ലേ? അല്ലേ? ആണോ? ഉപ്പ് ഇച്ചിരി കുറവാണ്ടോ? എനിക്കറിയാമായിരുന്നു. കുറച്ച് ഉപ്പ് കൂടെ പുളിയില് ഉപ്പിടുമ്പോ എനിക്ക് അറിയാൻ പാടില്ല. പുളിയിലോ? നമ്മള് മോരുകറി വെക്കുമ്പോ പുളിയും ഉപ്പും കൂടെ ഉള്ളത് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട് ഗൈസ്. കുറച്ചും കൂടെ ഉപ്പിട്ടുള്ളത്. അപ്പൊ എന്നാൽ കുറച്ചുകൂടെ നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ടച്ച് വെക്കണേ. അടിപൊളി. എന്തായാലും കൊള്ളാം. ഇപ്പൊ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഇത് കൊതികൊണ്ട് കേട്ടോ മീനൂടെ ഒന്ന്. ആണോ? കൊതിയുണ്ട്. ഉണ്ടോ? ഒക്കെ ഞങ്ങൾ കണ്ടു, മൈലാഞ്ചിട്ടത് എല്ലാവരും കണ്ടു. ആണോ? പിന്നെ വേറെ വലിയൊരു കാര്യം നിങ്ങളോട് എല്ലാവരും പറയാനുണ്ട്. നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്. അത് എന്നാ പേജ്, എന്നാ സംഭവം എന്ന് പറയുന്നത്? ക്രാഫ്റ്റ് ഡിലൈറ്റ്സ് എന്നാണ് പേജിന്റെ പേര്. ഞങ്ങൾ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പോളറൈറ്റ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് തുടങ്ങിയിട്ടുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതെ, നിങ്ങളെ എല്ലാവരുടെയും വർക്കൊക്കെ തരുമോ അല്ലേ? എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, വർക്ക് തരണം. അപ്പോൾ നമ്മൾ അതിനകത്ത് ലിങ്കൊക്കെ നമ്മൾ താഴെ കൊടുത്തേക്കാം കേട്ടോ. ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ വിളിക്കുക. നിങ്ങളുടെ സഹകരണം എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നു. വർക്ക് കിട്ടട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു, നിങ്ങളും പ്രാർത്ഥിക്കുന്നു അല്ലേ? ഒരാളുകൂടെ ഉണ്ട്, പൊന്നികളുണ്ട് കേട്ടോ. ഡിസൈനറാണ്, ഭയങ്കര ഡിസൈനറാണ്. പുള്ളിക്കാരത്തിലുണ്ട്. ഇവർ കൂടിയാണ് തുടങ്ങിയേക്കണം ഇൻസ്റ്റാഗ്രാമിൽ കേട്ടോ. ഞാൻ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ മോരുകറി വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ. മോരുകറി സെറ്റായില്ലേ? കടുക് ഉപയോഗിക്കാനുണ്ട് കേട്ടോ. കടുക് ഉപയോഗിക്കാനുണ്ട്. ഇത് സെറ്റായിട്ടുണ്ട്. ഉലുവ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാൻ പോകണം. ഉലുവ വന്ന ചൂടായി ചെറുതായിട്ട് പൊട്ടണ പോലെ വരും കേട്ടോ. കണ്ടോ? കടുക് അത് വന്നിട്ട് ചെറുപറ പൊട്ടുണ്ട്. അടിപൊളി. ഇനി അതിലേക്ക് നമ്മുടെ കറിവേപ്പിലയും ഉള്ളിയും ചുവന്ന മുളകും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ തന്നെ നല്ലൊരു മണം കണ്ടിട്ട് ഇതങ്ങോട്ട് നമ്മുടെ ഈ മോരുകറിയിലേക്ക് ഒഴിക്കുമ്പോണ്ടല്ലോ, അടിപൊളിയാണ്. നല്ലൊരു അടിപൊളി സ്മെല്ല് വരും. ഇത് പിന്നെ നമ്മൾ ഈ ഇരുമ്പിന്റെ ആയതുകൊണ്ട് നല്ല ചൂടാ. നമ്മളത് തീ കുറച്ച് മതി, നല്ല ചൂടാകും കേട്ടോ. അപ്പൊ തീ കുറച്ചിട്ടാ മതി.
പിന്നെ ഒത്തിരി നേരം എടുക്കണില്ല, കാരണം നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊക്കെ മൂത്ത് കിട്ടും. അത് മൂത്ത് നമുക്ക് ഇനി ഉണ്ടല്ലോ ഒരു ചെറിയ പൊടിക്കൈയല്ല, നമുക്ക് ഈ മുളക് പൊടി എൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ മുളക് പൊടി എൻ്റെ അകത്തേക്ക് ഇട്ട് ഈ കടുക് ഉപ്പിച്ച് എൻ്റെ അകത്ത് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു കളറ് കിട്ടും. നമുക്കിനി അത് ചേർത്ത് കൊടുക്കാൻ പോട്ടോ, മോരേറിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകും. അങ്ങനെ മോരേറി ചേർത്ത് ഇളക്കി കഴിഞ്ഞപ്പോൾ ഒരു ആവി വന്നപ്പോൾ ഒരു സ്മെല്ലും ഉണ്ട്. കൊള്ളാം. പിന്നെ ഇതിൽ നമ്മൾ ഈ കടുകൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ പൊടിച്ചിട്ട് അതിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. അത് മോരേറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. ഇത് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഈ ചേട്ടയുടെ അപ്പച്ചനുണ്ട്, അപ്പച്ചനാണ് എനിക്ക് പറഞ്ഞത്. അപ്പച്ചൻ നന്നായിട്ട് കറിയും ഒക്കെ ഉണ്ടാക്കും. അത് തന്നെ മുത്തശ്ശൻ കറിയൊക്കെ ഉണ്ടാക്കണതാണ്. ആ അപ്പച്ചനാണ് എനിക്ക് ആ ഒരു റെസിപ്പി പറഞ്ഞു തന്നത്. അത് പൊടിക്കൈയാണ്, സീക്രട്ട് റെസിപ്പി പറഞ്ഞു തന്നത്. ഞാനങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ പൊടിച്ച ഉലുവപ്പൊടി തീർന്നു, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ഈ മോരേറി എന്തായാലും നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. അടിപൊളി മോരേറി എല്ലാം സെറ്റായിട്ടുണ്ട്. കടുകൊക്കെ മൂപ്പിച്ച് അടിപൊളിയാക്കിയുണ്ട്. ഞാൻ ഒന്നോടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം. ഒന്ന് ഇച്ചിരി നന്ദി കയ്യിലോടെ കടുക് മൂപ്പിച്ച് കഴിയുമ്പോൾ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അറിയാം. ചൂടുണ്ടോ? മതി മതി. കൊള്ളാം, അടിപൊളി. കടുക് മൂപ്പിച്ച് പ്രത്യേക ടേസ്റ്റ് ഉണ്ടോ, അടിപൊളി. നമ്മുടെ മോരേറി റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇവിടെ മോരേറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ മോരേറി ഉണ്ടാക്കണേ ഇങ്ങനെയാണ് ഞങ്ങൾ. നിങ്ങളെങ്ങനെ ഉണ്ടാക്കണമെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.